നമസ്കാരം. 2025-2026 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ KSRTCയെ കൈവിടാതെ ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്തെത്തുകയാണ്. KSRTC വികസനത്തിന് 178.98 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പുതിയ ഡീസൽ ബസ് വാങ്ങാൻ 107 കോടി രൂപയും നീക്കിവെച്ചു. ഹൈദരാബാദിൽ കേരള ഹൗസ് സ്ഥാപിക്കാനായി 5 കോടി രൂപയും നീക്കിവെച്ചു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് 8.96 കോടി രൂപയും പൊന്മുടിയിൽ റോപ്പ് വേ സാധ്യത പഠനത്തിന് 50 ലക്ഷം രൂപയും നീക്കിവച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരണ വേളയിലാണ് പ്രഖ്യാപനം. പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ 2025-26 സംസ്ഥാന ബഡ്ജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയതായി തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അടുത്ത വർഷത്തെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലും MLA-മാർക്ക് വീതിയേറിയ 6 വരി ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയുമെന്നും പ്രഖ്യാപനമുണ്ട്. ഒരിക്കലും നടപ്പാക്കാൻ കഴിയില്ലെന്നും പ്രഖ്യാപിച്ച 2016 മുൻപ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. 2025 അവസാനത്തോടെ ദേശീയപാത ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിൽ നിന്ന് 6000 കോടിയോളം രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി സംസ്ഥാന സർക്കാരും നൽകി. ഇതുകൂടാതെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ എന്നിവ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നേറുകയാണെന്ന് ധനമന്ത്രി പറഞ്ഞു. റോഡുകൾക്കും പാലങ്ങൾക്കും 2025-26 സംസ്ഥാന ബഡ്ജറ്റിൽ 3061 കോടി വകയിരുത്തിയതായി തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിക്കായി തന്നെ 1160 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഹെൽത്ത് ടൂറിസം പദ്ധതിക്ക് 50 കോടി രൂപ പ്രഖ്യാപിച്ചു. കൊല്ലം നഗരത്തിന് IT പാർക്ക് കൊണ്ടുവരും. നിക്ഷേപകർക്ക് ഭൂമി ഉറപ്പാക്കും. വിഴിഞ്ഞത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് അവതരണമാണ് നടന്നത്. ഡിജിറ്റൽ വിപ്ലവത്തിൽ കേരളത്തെ ആഗോള നേതൃനിരയിലേക്ക് നയിക്കുന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും ധനമന്ത്രി ബഡ്ജറ്റ് അവതരണത്തിൽ പറഞ്ഞു. ഈ ലക്ഷ്യം കൈവരിക്കുന്ന വിധം വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 517.64 കോടി രൂപ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. ഇത് മുൻവർഷത്തേക്കാൾ 10.5 കോടി രൂപ അധികമാണ്. IT മിഷൻ 134.03 കോടി രൂപയും അനുവദിച്ചു. മുൻവർഷത്തേക്കാൾ 16.85 കോടി രൂപ അധികമാണിത്. പുതിയ IT നയത്തിന് രൂപം നൽകുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പുതിയ നയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും മറ്റ് വ്യവസായ പ്രവർത്തനങ്ങൾക്കുമായി മുൻവർഷത്തേക്കാളും 20 കോടി രൂപ അധികമായി വകയിരുത്തുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. IITMKയുടെയും പ്രവർത്തനങ്ങൾക്കായി തന്നെ 16.95 കോടി രൂപയും അനുവദിച്ചു. AI-ക്ക് പ്രോത്സാഹനം നൽകുന്നത് കൂടിയാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ. AI-യുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് മിഷൻ 7 കോടിയാണ് അനുവദിച്ചത്. തിരുവനന്തപുരത്തെ പ്രത്യേക കേന്ദ്രം തുടങ്ങും. IBM-വുമായി തന്നെ സഹകരിച്ച് AI രാജ്യാന്തര കോൺക്ലേവ് നടത്തും.